അഖിൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് വികസന മുന്നേറ്റ ജാഥകൾ, മധ്യമേഖലാ ജാഥകളുടെ പര്യടനം ഇടുക്കി ജില്ലയിൽ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ്? ഇന്ന് ജില്ലയിലെ പര്യടനം അവസാനിച്ച് എറണാകുളം ജില്ലയിലേക്ക് കടക്കുകയാണല്ലേ? മനു, തീർച്ചയായും സർവ്വതല സ്പർശിയായ വികസനങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ട് ആ വികസനങ്ങൾക്കുള്ളിൽ കൂടെ സഞ്ചരിച്ചാണ് വികസന മുന്നേറ്റ ജാഥ ഇന്നലെ 35-ാം മൈലിൽ നിന്നും കോട്ടയം ജില്ലയിൽ നിന്നും ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചത്. ആദ്യത്തെ സമ്മേളനം എന്ന് പറയുന്നത് പീരുമേട് മണ്ഡലത്തിലെ വണ്ടിപ്പെരിയാറിലായിരുന്നു. വലിയൊരു ജനസഞ്ചയം തന്നെയായിരുന്നു വികസന മുന്നേറ്റ ജാഥയെ സ്വീകരിക്കാനായി വണ്ടിപ്പെരിയാറിലുണ്ടായിരുന്നു. ശേഷം നെടുങ്കണ്ടത്ത്, അതിലും വലിയ നെടുങ്കണ്ടത്തേക്ക് എത്തിയപ്പോൾ രാത്രി ഏറെ വൈകിയിരുന്നു. ആ രാത്രി ഏറെ വൈകിയ സാഹചര്യത്തിലും വളരെയധികം വലിയ ജനസഞ്ചയം, LDFിൻ്റെ എല്ലാ കരുത്തും വിളിച്ചോതുന്ന തരത്തിലുള്ള വലിയ ജനസഞ്ചയം നെടുങ്കണ്ടത്ത് ജാഥയെ സ്വീകരിക്കാനായി കാത്തു. ഇന്നലെ അതോടുകൂടി ജാഥ സമാപിച്ചു, രണ്ടാമത്തെ പോയിന്റോടുകൂടി സമാപിച്ചു. ശേഷം ഇന്ന് രാവിലെ 8:30 എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഹാളിൽ വെച്ച് വിവിധ സാമുദായിക സാംസ്കാരിക സംഘടനാ രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള സൗഹൃദ സദസ്സ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഹാളിൽ അല്പസമയത്തിനകം നടക്കും. അതിനുശേഷം ദേവികുളം മണ്ഡലത്തിലെ പര്യടനം അടിമാലിയിലും, ഇടുക്കി മണ്ഡലത്തിലെ പര്യടനം ചെറുതോണിയിലും, തൊടുപുഴ മണ്ഡലത്തിലെ പര്യടനം തൊടുപുഴ ഗാന്ധി സ്ക്വയറിന് സമീപവും നടക്കും. ഈ 3 മണ്ഡലങ്ങളിലും ഉജ്ജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ കോതമംഗലത്ത് നിന്ന് എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കും. അത്തരത്തിൽ ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ നടത്തിയ മുഴുവൻ മേഖലകളിലെയും സർവ്വതല സ്പർശിയായ സകല മേഖലകളിലെയും വികസനങ്ങളെ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ട് ആ വികസനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് സഞ്ചരിച്ച് ഈ മേഖലകളിലെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ആളുകളുടെ ഓരോരുത്തരുടെയും സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ ഇടുക്കിയുടെ ഗ്രാമവീഥികളിലൂടെയും നഗരവീഥികളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനു.